ഇരുന്നിരുന്നോ, ഞാൻ നിങ്ങൾ പ്രാക്ടീസിന് കൊണ്ടുപോകാൻ വേണ്ടി വന്നൊന്നുമല്ല. കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, അതേറെ വന്നാ എല്ലാവരും കൊടുക്ക്. ടീച്ചറെ, പായസം ഉഗ്രൻ. അപ്പനുണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത്. ശരിക്കും ആ പായസ ഉഗ്രൻ. എന്നാ നമുക്കും കൂടെ ഒരു ദിവസം ഉണ്ടാക്കി തരാൻ പറഞ്ഞേ ടീച്ചറെ. പണ്ട് ചില ദിവസേ ഈ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ശരിക്കും ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പം അടുത്ത ദിവസം വീണ്ടും പ്രാക്ടീസിന് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മടി വരും. അപ്പം ഉണ്ടാക്കി തരുന്ന ഈ പായസം. ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ അപ്പം പറയും, ഞാൻ എൻ്റെ സ്വപ്നത്തിന് വേണ്ടി 101% പരിശ്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്ന ദിവസം നമ്മൾ ആഘോഷിക്കണം. ഞാൻ നിങ്ങളെ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടിച്ചു എന്ന് എനിക്കറിയാം. നിങ്ങളുടെ പ്രായം പോലും ഞാൻ മറന്നു. ശരിക്കും പറഞ്ഞാൽ ഖോഖോയോടുള്ള നിങ്ങളുടെ ആവേശം കണ്ടപ്പം ഞാനൊന്നും ആലോചിക്കാതെ അങ്ങ് എടുത്തു ചാടിയതാ. അതിനാദ്യം തന്നെ വലിയൊരു സോറി. ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ പാതി വഴിയെ തോറ്റുപോയ ഒരാളാണ് ഞാൻ. അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ ജീവിതകാലം മൊത്തം അതിൻ്റെ ഭാരം ഞാൻ ചുമക്കേണ്ടി വരും. എപ്പോഴും എൻ്റെ ഒപ്പം മത്സരിക്കുന്നവരിലായിരുന്നു എൻ്റെ ശ്രദ്ധ. അവരെന്ത് ചെയ്യുന്നു നോക്കി അവരുടെ ഒപ്പം എത്തിപ്പെടാനായിരുന്നു എൻ്റെ ശ്രമം. അതിൻ്റെ ഇടയിൽ എപ്പോഴോ എൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ ഞാൻ മറന്നു. എൻ്റെ കഴിവുകളിൽ വിശ്വസിക്കാൻ ഞാൻ മറന്നു. ഒരുപാട് വൈകിയാണ് മറ്റൊരാളെ പോലെ ആകാൻ എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് സ്പെഷ്യലാണ്. നിങ്ങൾ ഓരോരുത്തരിലും എനിക്ക് ഒരുപാട് പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട്. എല്ലാവരും റെഡിയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വലിയൊരു സ്വപ്നം കാണാം. ഈ തുരുത്തിനും കായലിലുമൊക്കെ അപ്പുറം വിശാലമായൊരു ലോകത്തേക്ക് നമുക്ക് പോകാം. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ചിറക് മുളയ്ക്കും. ആ ചിറകൊക്കെ വിരിച്ച് നിങ്ങൾക്ക് പറന്നുയരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അത്ര ദൂരത്തേക്ക്, മനോഹരമായൊരു ലോകത്തേക്ക്. ടീച്ചറെ, ഇത്രയധികം സ്പോർട്സിനെ സ്നേഹിച്ചിട്ട് പിന്നെ എന്തിനാ സ്വപ്നം വേണ്ടെന്ന് വെച്ചത്? എന്തായി? നിന്റെ പേപ്പർ മാത്രമേ വാങ്ങിയുള്ളൂ അവിടുന്ന്? റിലേയിൽ മാത്രമേ സെലക്ഷൻ ഉള്ളൂ അല്ലേ? സാരില്ല, പോട്ടെ. അടുത്ത വർഷത്തേക്കുള്ള നാഷണൽ ഗെയിംസ് നമുക്ക് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. എന്താ? നിനക്ക് നാഷണൽ ഗെയിംസിൽ സെലക്ഷൻ ഇല്ല. നീ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഡോപ്പ് ടെസ്റ്റ് ക്ലിയർ ചെയ്തിട്ടില്ല. ഡോപ്പ് ടെസ്റ്റോ? നീ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡോപ്പ് ടെസ്റ്റ് അതെങ്ങനെയാ ഫെയിൽ ആവുന്നേ? മരിയ, നീ ഒന്ന് സമാധാനമായിട്ട് കേക്ക്. സമാധാനത്തിൽ കേൾക്കേണ്ട കാര്യമാണോ നീ ഇപ്പൊ പറയുന്നത്? നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല മരിയ, നീ ഞാൻ കൗൺസിലിൽ പോയി സംസാരിക്കാൻ പോവാ. ഇത് മോളിന്നാരോ മനഃപൂർവ്വം ചെയ്തതാ. മനഃപൂർവ്വം? എന്തിന്? നിന്റെ അച്ഛൻ്റെ ആക്സിഡന്റിന് ശേഷമുള്ള കഥയൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? അതിന്റെ ദേഷ്യത്തിൽ ആരോ ചെയ്യിച്ചതാ. ഞാനിത് സമ്മതിക്കില്ല. ഇവിടെ കോടതിയില്ലേ? ഞാൻ പോയി അപ്പീൽ ഫയൽ ചെയ്യും. അപ്പീൽ ഫയൽ ചെയ്തിട്ട് എന്ത് സംഭവിക്കാനാണ്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ആകെ 10 ദിവസം കൂടെ ഉള്ളൂ നാഷണൽ ഗെയിംസിന്. നമ്മളെ കൊണ്ടൊന്നും അവരെ മുട്ടി നിൽക്കാൻ പറ്റില്ല മറിയ. ഇനി അവർക്ക് നിന്നെ ടീമിൽ വേണ്ടെങ്കിൽ പിന്നെ എന്ത് വിധി വന്നിട്ട് ഒരു കാര്യമില്ല മറിയ. നീ മനസ്സിലാക്കും പ്ലീസ്. മറിയ, എനിക്ക് കുറച്ച് മനസ്സമാധാനം തരുമോ? മറിയ, ടീച്ചറെ, ഞങ്ങൾ റെഡിയാണ്. ടീച്ചറെ വാ ടീച്ചറെ, നമുക്ക് കളിക്കാം. വാ ടീച്ചറെ, നമ്മൾ എപ്പോഴാണ് കളിക്കാൻ വരേണ്ടത്? ടീച്ചറെ, നമുക്ക് കളിക്കാം. ഞങ്ങൾ ഇനി മുതൽ കളിക്കാൻ പോവാം. വാ ടീച്ചറെ. വാ. നിങ്ങൾ എത്ര പേർക്ക് ഖോഖോ കളിക്കാറിയാം? എന്നാ പറ, ആകെ മൊത്തം എത്ര റൗണ്ട് ഉണ്ട്? ഒന്നല്ലേ? 2. 1. തെറ്റ്. 4 റൗണ്ട്. 2 റൗണ്ട് ചേസിംഗ്, 2 റൗണ്ട് ഡിഫൻസ്. ഇനി പറ, ഒരു റൗണ്ട് എത്ര മിനിറ്റ്? 5 മിനിറ്റ്. 6. 5. 10. തെറ്റ്. 9 മിനിറ്റ്. ഇനി എന്റെ അവസാനത്തെ ചോദ്യം, നിങ്ങൾ എത്ര പേർക്ക് ഖോഖോ കളിക്കാറ്?
നിങ്ങളെല്ലാവരും കുട്ടിക്കാലം മുതലേ ഖോഖോ കളിക്കുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും കാലം നിങ്ങൾ കളിച്ച ഖോഖോ അല്ല യഥാർത്ഥ ഖോഖോ. അതുകൊണ്ട് ആദ്യം തന്നെ ഇതുവരെ എന്ത് പഠിച്ചോ അതെല്ലാം മറക്കുക. ഇതൊരു പോൾ, ഇത് രണ്ടാമത്തെ പോൾ. 2 പോളിന്റെ ഇടയിലൂടെ പോകുന്ന ഈ ലൈനിനെ നമ്മൾ സെൻട്രൽ ലൈൻ എന്ന് വിളിക്കും. സെൻട്രൽ ലൈനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 8 സ്ക്വയർസ് ഉണ്ട്. ആ 8 സ്ക്വയർസിലും 8 ചേസേഴ്സ് ഇരിക്കും. ബാക്കി വരുന്ന ഒരു ചേസർ പോളിന്റെ അടുത്തായിരിക്കും. അതായത് ഒരു സമയത്ത് 9 ചേസേഴ്സും 3 ഡിഫൻഡേഴ്സും ആണ് കളത്തിലുണ്ടാവുക. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. ഇനി ഡയറക്ഷൻ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും? പോളിന്റെ അടുത്തെത്തിയാൽ ചേസറിന് ഡയറക്ഷൻ മാറാം. അല്ലെങ്കിൽ പുറംതിരിഞ്ഞിരിക്കുന്ന ചേസറിന് നമുക്ക് ഖോ കൊടുക്കാം. പക്ഷെ ഡിഫൻഡറിന് അങ്ങനെയല്ല. ഡിഫൻഡറിന് എങ്ങനെ വേണമെങ്കിലും ഡയറക്ഷൻ മാറി ഓടാൻ പറ്റും. ചേസർ ഒരു ഡിഫൻഡറിനെ തൊടുമ്പോൾ അയാൾ ഔട്ട് ആവും. അങ്ങനെ ഡിഫെൻഡിങ് ടീമിൽ ഒരാൾ ഔട്ട് ആവുമ്പോൾ ചേസിംഗ് ടീമിന് ഒരു പോയിന്റ്. സെൻട്രൽ ലൈൻ ചവിട്ടിയാൽ, ഖോ കിട്ടാതെ എണീറ്റാൽ, ചേസറിന്റെ ഡയറക്ഷൻ മാറിയാൽ, ഖോ അല്ലാതെ വേറെ ഏത് വാക്ക് പറഞ്ഞാലും. അഞ്ജു, നീ പോയില്ലേ? വാ, എന്റെ കൈ കൂടെയാണ്, നമുക്ക് ഒരുമിച്ച് പോകാം. ഇല്ല ടീച്ചർ നടന്നു. എനിക്ക് ഈടെയൊക്കെ ഭയങ്കര പേടിയാ. എന്നാൽ ഞാനും കുറച്ച് കഴിഞ്ഞ് പോവാം. അഞ്ചാം ക്ലാസ്സിലെ വലിയ പരീക്ഷയൊന്നും ഇതുപോലെ ഭയങ്കര മഴയായിരുന്നു. രാവിലെ അമ്മ ജോലിക്ക് പോകുന്ന വഴി എന്നെ സ്കൂളിലാക്കി. വൈകുന്നേരം പരീക്ഷ കഴിഞ്ഞ് അമ്മയുടെ കൂടെ കാവിലെ ഉത്സവം കാണാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ബിന്ദു ടീച്ചർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സുമാരൻ സാർ എന്നെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട്. ഞാൻ സാറിൻ്റെ റൂമിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള 2 ചേട്ടന്മാരവിടെ നിൽപ്പുണ്ട്. എന്തോ അത്യാവശ്യമാണ്, പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ കാവിലെ ഉത്സവം കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരുന്നു. പക്ഷെ അവരെന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയി. അന്ന് ഇങ്ങനെ മഴയത്ത് ഈ വരാന്ത വെച്ച് എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മേനെ ഞാൻ ഒരിക്കലും കൊണ്ടുപോകാൻ വരില്ലെന്ന്. അതിനുശേഷം ഇങ്ങനെ മഴയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ആ ഗേറ്റിലേക്ക് ഞാൻ നോക്കി നിൽക്കും. എൻ്റെ അമ്മ എന്നെ കൂട്ടാൻ പറയുന്നത് ഞാനൊന്ന് ആഗ്രഹിക്കും.